കാസർഗോഡ് കുമ്പളയിലെ ഉദയചന്ദ്രന്റെ അതിജീവനത്തിന്റെ കാഴ്ച. ഉദയചന്ദ്ര പ്രാവിൻ്റെ കച്ചവടമല്ല ആക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഈ ടൈൽസ് എല്ലാം ഇട്ടെന്ന് ഞാൻ. പിന്നെ ഇപ്പോൾ പട്ടപ്രേമ ഞാൻ അതിൻ്റെ ഒക്കത്തെ സഹായത്തിന് മാത്രം ഞാൻ പട്ടാല വിൽക്കുന്നുണ്ട്. ഇപ്പോൾ അമ്പലത്തിൻ്റെ പട്ടാല വിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ചെറുതിരിക്കുമ്പോൾ വീണിട്ട് ഒരു കൊല്ലത്തിൽ വീണിട്ട് കാലിതായത്. പിന്നെ ഇത് കൃഷിയെല്ലാം ഞാൻ ചെറിയ ചെറിയ പണിയെല്ലാം വീട്ടിൽ ചെയ്യുന്നവനുണ്ട്. പിന്നെ ഇവിടെ ചെറിയ കുപ്പിയിലെല്ലാം തയ്യെല്ലാം വളർത്തിയിട്ട് ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. 2009 എനിക്ക് കല്യാണക്കായി. പിന്നെ ഇപ്പോൾ ഒരു ടൈലർ പണിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാര്യ ടൈലർ. ഞാൻ എന്നെ സ്വന്തം പഠിച്ചത്. ഞാൻ 74 കുമ്പളയിലെ ടെസ്റ്റിൽ ഉണ്ടായി. അവിടുന്ന് മാറിയിട്ട് അറ്റ്ലാസ് ടൈലർക്ക് പോയി. പിന്നെ ആടെ പണി കുറച്ച് പഠിച്ചിട്ട് ഈടെ പൊന്നിൻ്റെ പണിക്ക് വന്നു. പിന്നെ ഒരു സമയം കടക്കൊരു വെളുത്ത പ്രാവ് വന്നു. ആയ ശേഷം ഇപ്പം ഇങ്ങനെയല്ല. ഞങ്ങൾക്ക് ഒരു തൈ കുപ്പിൽ ആക്കിയിട്ടുണ്ടായി ഞാൻ. പിന്നെ അത് ഒരാൾ കൊണ്ടുപോയി. ആയ ശേഷം ഞാൻ ആ കുപ്പിൽ എല്ലാ തൈ ഞാൻ നട്ടുകൊണ്ട് കൃഷിയാക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ അങ്ങനെ കുറച്ച് കൃഷിയെല്ലാം ആക്കിനി. പിന്നെ രാവിലെ വന്നിട്ട് ഇവിടെ പ്രാവിനെല്ലാം തിന്നാൻ ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരും. എനിക്ക് സ്ഥലത്തിന് ഞാൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷ എല്ലാം കൊടുത്തിന്. എനിക്ക് വീടില്ല. ഇപ്പം ഞാൻ അച്ഛൻ്റെ വീട്ടിലുണ്ടത്. എനിക്ക് നടക്കാൻ എന്ത് ആകുന്നില്ല. ആയതുകൊണ്ട് ഞാൻ സ്വന്തം വീടാക്കാൻ വേണ്ടിയിട്ട് ഓർക്കും.